ഓരോ ദേശത്തിനും ഓരോ സാംസ്കാരിക തനിമയുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അവയോടൊപ്പം ചേർത്തു വയ്ക്കാവുന്ന ചില കാർഷിക പാരമ്പര്യങ്ങളുണ്ട്. വടക്കൻ കേരളത്തിൽ അതിർത്തിയോര ഗ്രാമങ്ങളിലെ പ്രധാന കൃഷി കവുങ്ങാണ്. എന്നാൽ പാലക്കാടും കുട്ടനാടുമൊക്കെ നെൽകൃഷിക്കാണ് പ്രാധാന്യം. ചിലയിടങ്ങളിൽ പച്ചക്കറി കൃഷി, മറ്റു ചിലയിടങ്ങളിൽ പൂക്കൃഷി, വേറെ ചില സ്ഥലങ്ങൾ വാഴക്കൃഷിയിൽ ശ്രദ്ധേയമാണ്. നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേകതരം കൃഷികൾ, കൃഷിരീതികൾ. ചില പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ എന്നിവയുടെ ഗുണം അതേ ഇനം മറ്റിടങ്ങളിൽ കൃഷി ചെയ്താൽ കിട്ടിയെന്നു വരില്ല. കാലാവസ്ഥ, മണ്ണിൻ്റെ ഗുണം, കൃഷിരീതി ഇതൊക്കെയാണ് പലപ്പോഴും കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണത്തിനും വിളവിനും മാറ്റമുണ്ടാക്കുന്നത്. ഓരോ ദേശത്തിൻ്റെയും ചരിത്രത്തിനൊപ്പം ശ്രദ്ധേയമായ കൃഷി അടയാളങ്ങളുമുണ്ട്. അത്തരം ദേശചരിത്രത്തിൽ കാസർഗോഡ് അജാനൂരിലെ സവിശേഷമായ കൃഷിയുടെ അടയാളപ്പെടുത്തലാണ് മടിയൻ വെറ്റില കൃഷി. ഇത് മടിയൻ കൂലോം. മടിയൻ കോവിലകം എന്നത് ലോപിച്ച് മടിയൻ കൂലോം എന്നായി മാറി. നീലേശ്വരം രാജവംശത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മടിയൻ പ്രദേശത്തെ പ്രധാന കൃഷിയാണ് വെറ്റില കൃഷി. അജാനൂർ ഗ്രാമത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തിലെ സവിശേഷമായ വെറ്റില കൃഷി മടിയൻ കേന്ദ്രീകരിച്ചായിരുന്നു ചെയ്തിരുന്നത്. 100 കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു വെറ്റില കൃഷി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അജാനൂരിൻ്റെ, പ്രത്യേകിച്ച് മടിയൻ ദേശത്തിൻ്റെ സമ്പദ് മേഖലയെ ഏറെ സ്വാധീനിച്ച കൃഷിയായിരുന്നു വെറ്റില കൃഷി. വെറ്റില കൃഷിക്ക് ജൈവവളം ഉപയോഗിക്കുന്നതുകൊണ്ട് വെറ്റില കർഷകരുടെ വീടുകളിൽ കന്നുകാലി വളർത്തലും സജീവമായി ഉണ്ടായിരുന്നു. പല വീടുകളിലും വെറ്റില കൃഷിയും കന്നുകാലി വളർത്തലും ഇന്നും സജീവമായി ഉണ്ട്. മടിയൻ കൂലോത്തിന് ചുറ്റുമുള്ള ഒട്ടുമിക്ക വീടുകളിലും വെറ്റില കൃഷിയുണ്ട്. പഴയകാലത്തെ ആളുകൾ തലച്ചുമടായി വെറ്റില കോട്ടച്ചേരി ചന്തയിലാണ് എത്തിച്ചിരുന്നത്. ആ പാരമ്പര്യം ഇന്നും തുടരുന്നു. കോട്ടച്ചേരി ചന്തയിൽ ഇന്നും മടിയൻ വെറ്റിലയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. വെറ്റില മുറുക്കുന്നവർ മടിയൻ വെറ്റില തന്നെ ചോദിച്ചു വാങ്ങും. കോട്ടച്ചേരി ചന്തയിൽ വർഷങ്ങളായി വെറ്റില കച്ചവടം നടത്തുന്ന കച്ചവടക്കാരുണ്ട്. അജാനൂർ ഗ്രാമം അടിസ്ഥാനപരമായി ഒരു കാർഷിക ഗ്രാമമാണ്. പഴയ കാർഷിക സംസ്കൃതിയുടെ ബാക്കി പത്രമായി ഇവരെ പോലുള്ള പഴയ തലമുറ വെറ്റില കൃഷി തുടരുന്നു. മടിയനിലെ ഓരോ വീട്ടിലും വെറ്റില കൃഷിയുണ്ടായിരുന്നു പണ്ട്. ഇന്ന് പഴയതുപോലെ സജീവമല്ലെങ്കിലും മടിയനിലും സമീപ പ്രദേശങ്ങളിലും കൃഷി ചെയ്തുണ്ടാക്കുന്ന വെറ്റിലയ്ക്ക് ഇന്നും നല്ല വിപണിയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തെയ്യം കെട്ടുകൾ പോലെയുള്ള ആചാരങ്ങൾക്ക് വെറ്റില അത്യാവശ്യമാണ്. കളിയാട്ടങ്ങളിലും മറ്റും ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ധാരാളം വെറ്റില ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറ്റില കൃഷിക്ക് പ്രാധാന്യമുണ്ട്. കോട്ടച്ചേരി ചന്തയിലേക്ക് മാത്രമല്ല മടിയൻ വെറ്റില എത്തിച്ചേരുന്നത്. നാടിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും വെറ്റില കയറ്റി അയക്കുന്ന പാരമ്പര്യം ഈ നാടിനുണ്ട്. മടിയൻ വെറ്റില മാത്രം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ കാഞ്ഞങ്ങാട് ടൗണിൽ കാണാം. വാഴക്കോടൻ ദാമു, ബാബു എന്നിവരെ പോലെയുള്ള കച്ചവടക്കാർ മടിയൻ വെറ്റില വിൽപ്പന നടത്തുന്നവരാണ്. മടിയൻ ദേശത്തോടൊപ്പം അജാനൂരിലെ മറ്റ് പ്രദേശങ്ങളായ വേലേശ്വരം, മധുരക്കാട്ട്, രാവണീശ്വരം, കൊടാട്ട് എന്നിവിടങ്ങളിലും വെറ്റില കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. മറ്റെല്ലാ കാർഷികോൽപ്പന്നങ്ങളെപ്പോലെ തന്നെ വെറ്റിലയ്ക്കും കർഷകന് ശരിയായ വില ലഭിക്കുന്നില്ല. മഴക്കാലത്ത് വെറ്റില നന്നായി തളിർത്ത് വളരും.
വിളവും കൂടും. മഴക്കാലത്ത് വെറ്റില കൂടുതൽ ലഭിക്കുമ്പോൾ ഉൽപ്പന്നത്തിന് വില കുറയും. വെറ്റില, പുകയില എന്നിവയുടെ കൃഷിയെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലഹരി ഉൽപ്പന്നങ്ങളുടെ ഭാഗമായാണ് പുകയിലയും വെറ്റിലയും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വെറ്റില കൃഷിയെ പ്രോത്സാഹിപ്പിക്കാത്തത്. പുതിയ തലമുറയിലെ ചിലർ ശ്രദ്ധാപൂർവം വെറ്റില കൃഷി ചെയ്യുന്ന കാഴ്ച അജാനൂരിൽ കാണാം. അതിലൊരാളാണ് കാമരാജൻ. രാവണീശ്വരം മാക്കിയിലെ അരീക്കരയിൽ 2 സെന്റ് സ്ഥലത്ത് കാമരാജൻ വെറ്റില കൃഷി നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വെറ്റില കൃഷിയിലൂടെ മികച്ച വരുമാനമുണ്ടാക്കുന്ന കർഷകനാണ് കാമരാജൻ. 2 സെന്റ് സ്ഥലത്തു നിന്നും ഒരു വർഷം വെറ്റില കൃഷിയിലൂടെ 1 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കുന്ന മാതൃകാ കർഷകനാണ് കാമരാജൻ. 6-8 വർഷമായി വെറ്റില കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ ആയിക്കൊണ്ടില്ലേ. അപ്പോൾ ഒരു 2 സെൻറ്റ് സ്ഥലത്ത് വെറ്റില കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല പരിചരണം ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തെ മുഴുവൻ ചിലവും ഒരു 3-4 രൂപ ഒരാഴ്ചയിൽ കിട്ടും. പിന്നെ മഴക്കാലത്ത് കുറച്ച് അതിന് വില കുറവാണ്. ഇല്ലെങ്കിൽ ഒരു കെട്ടിന് 30-40 രൂപ വരെ കിട്ടും. 100 വെറ്റിലയാണ് ഒരു കെട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ പൂർണ്ണമായും ജൈവ കൃഷിയാണ് 4-5 വർഷമായി ചെയ്യുന്നത്. ഈ വെറ്റിലക്കും ജൈവ രീതിയിലുള്ള എയർ മാത്രമേ ഉപയോഗിക്കൂ. പൊതുവേ വെറ്റിലക്ക് ജൈവ വളം തന്നെയാണ് വേണ്ടത്. മഴക്കാലത്താണ് രാസവളം ഇടുന്നത്. ഞാൻ മഴക്കാലത്ത് രാസവളം ഇടലുമില്ല. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കുടുംബം നന്നായിട്ട് ചിലവൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന് നടുന്നത് ഒരു സമയമുണ്ട്. ചിങ്ങമാസത്തിലാണ് ഇത് പുതിയ നടൽ. നടാൻ വേറെ തന്നെ ഒരു തലയുണ്ട്. അത് കളക്ട് ചെയ്തിട്ട് ഒരു 2 അടി ആഴത്തിൽ ചാലെടുക്കും. ആ ചാലിൻ്റെ ഉള്ളു കളച്ച് ഒരു ആഴ്ച മുമ്പ് കുമ്മായൊക്കെ ഇട്ട് വെച്ച് തല നടുകയാണ്. അതിനൊരു കുറ്റിക്കമ്പ് നാട്ടി കൊടുക്കും. അതിൽ പടർന്ന് എത്തിക്കഴിഞ്ഞാൽ വലിയ ഇരുമൂളിൻ്റെ കാല് അല്ലെങ്കിൽ പന പൊളന്നിട്ട് ഒക്കെയാണ് കാല് നാട്ടുക. ആ വലിയ കമ്പ് നാട്ടിയിട്ട് അതിലേക്ക് പൊളിച്ച് വെക്കും. പൊളിച്ച് വെച്ച് അതിൻ്റെ തല മറിയോളം നല്ലൊരു സംരക്ഷണം വേണം. അതിനുശേഷം നമുക്ക് ആഴ്ചക്ക് ഉള്ള വരുമാനം കിട്ടും. പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെറ്റിലക്ക് നല്ല കളറും ഉണ്ടാവും. 2 സെന്റ് സ്ഥലത്ത് വെറ്റില കൃഷി ചെയ്യുന്നതുകൊണ്ട് കൃഷിക്ക് ആവശ്യമായ ജൈവവളത്തിനു വേണ്ടി കാമരാജൻ പശുക്കളെയും ആടുകളെയും വളർത്തുന്നു. വെറ്റില കൃഷിക്ക് രാസവളം ഉപയോഗിക്കാറില്ല. സാധാരണ കർഷകരെല്ലാം കാലിവളമാണ് ഉപയോഗിക്കുന്നത്. കാലാകാലങ്ങളിൽ അജാനൂർ കൃഷിഭവനിൽ എത്തുന്ന കൃഷി ഓഫീസർമാരെല്ലാം അജാനൂരിൻ്റെ വെറ്റില കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു. മടിയനിൽ വളരെ കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കൃഷിയാണ് വെറ്റില. വെറ്റിലയുള്ള കർഷകൻ എപ്പോഴും വീട്ടിൽ 2 കാലികളെ മേയ്ക്കാറുണ്ട്. ഈ വെറ്റിലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വളമാണ് കാലിവളം. അത് വില കൊടുത്ത് വാങ്ങുവാൻ നമ്മുടെ പഴയ കർഷകൻ കൂട്ടാക്കുന്നില്ല. വളരെ സമയബന്ധിതമായിട്ട് കാലത്തിനനുസരിച്ച് നമ്മുടെ കർഷകൻ അതിനോടൊത്ത് ഉയർന്നുകൊണ്ട് കാലികളെ മേയിച്ചും കൃഷിപ്പണികൾ ചെയ്തും നമ്മുടെ കർഷകർ ജീവിതം നയിച്ചു പോരുന്നു. അടുത്ത കാലത്തായിട്ട് നമ്മുടെ സാങ്കേതികമായ പല രംഗങ്ങളിലുള്ള ഉന്നതി മൂലം ഈ കർഷകർക്ക് ഇതിൽ നിന്നും കുറച്ച് പിന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും അവരവരുടെ ഗൃഹാതുരത്വത്തിലേക്ക് ഉയരാനുള്ള ഒരു കർഷകൻ്റെ വെമ്പൽ അത് മനസ്സിലാക്കുവാൻ കൃഷി ഉദ്യോഗസ്ഥരും കൃഷി വകുപ്പും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാനും പ്രകൃതിക്ഷോഭങ്ങളിൽ അവരുടെ കൈത്താങ്ങൽ നൽകുവാനും കൃഷി ഉദ്യോഗസ്ഥർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവർ നട്ടുകഴിഞ്ഞാൽ 1 ലക്ഷം വൈൻസാണ് ഒരു ഹെക്ടറിലേക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവസ്ഥരായ കർഷകരുടെ വെളിച്ചത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 5 ചാല് കൃഷി ഉണ്ടെങ്കിൽ തന്നെ സാമാന്യം ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ പുലരാനുള്ള എല്ലാ സാധ്യതകളും അവർ കണ്ടെത്തുന്നുണ്ട്. അജാനൂർ രാവണീശ്വരം ഭാഗത്തെ കാമരാജൻ എന്ന കർഷകൻ 1 ലക്ഷം രൂപ 5 സെൻറ്റ് വെറ്റിലക്കൊടി കൃഷിയിൽ നിന്നും ഒരു വർഷം ആദായം നേടുന്നുണ്ട്.
അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അദ്ദേഹം സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് മുരിങ്ങക്കമ്പുകൾ മാത്രം. മുരിങ്ങയ്ക്കായ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. എന്നാൽ വെറ്റിലയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട്, താങ്ങ് കൊടുക്കാനായിട്ട് ഈ മുരിങ്ങ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പടർന്നു നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം തികച്ചും ഒരു നല്ല ജൈവ കർഷകനാണ്. കാലിവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ബയോഗ്യാസ് സ്ലറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജൈവ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു നല്ല കർഷകൻ. 2 പ്രാവശ്യം ഗൾഫിൽ പോയി തിരികെ വന്നതിൻ്റെ കടം വീട്ടിയതും നല്ലൊരു വീട് വെച്ചതും 3 മക്കളെ പുലർത്തുന്നതും പഠിപ്പിക്കുന്നതും ഈ ജൈവ കൃഷിയിലൂടെ, പ്രധാനമായിട്ടും വെറ്റില കൃഷിയിലൂടെയാണ്. അദ്ദേഹത്തിന് വർഷം 1,25,000 രൂപ വരെ ആദായം ഈ സീസണിൽ, നല്ല സീസണിൽ അദ്ദേഹത്തിന് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഇല്ലെങ്കിൽ കൂടിയും ഓരോ കർഷകനും മടിയനിൽ അവരുടേതായ രീതിയിൽ കൊച്ചു വെറ്റില തോട്ടങ്ങൾ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വെറ്റില വളരെ വിശുദ്ധിയുടെ ഒരു പര്യായമാണ്, പ്രതീകമാണ്. വെറ്റിലയിൽ അവർ ഒരു മാസം കഴിയുമ്പോഴേക്കും അവർ ചെറിയ കമ്പുകൾ നാട്ടിക്കൊടുക്കും. നട്ട് 1 മാസത്തിനകം ചെറിയ കമ്പുകൾ നാട്ടിക്കൊടുക്കും. അതിനെ ചെറിയ വള്ളികൾ കൊണ്ട് കെട്ടുകയും ചെയ്യും. 1 മാസം കഴിഞ്ഞിട്ട് അവർ ഇരുൾ എന്ന് പറയുന്ന ഒരു ലോക്കലായിട്ട്, നാടുഭാഷയിൽ ഇരുൾ എന്ന ഒരു ചെടിയുടെ കമ്പ് അവരതിന് സ്റ്റാൻഡേർഡായിട്ട് കെട്ടിക്കൊടുക്കും. അങ്ങനെ അതിന് ഒരു 3 മീറ്റർ നീളം വരെ ആയി കഴിയുമ്പോൾ ലോവറിങ്, അതിനെ താഴ്ത്തി ഇട്ടിട്ട് വീണ്ടും അതിനെ പടർത്തി കയറ്റുന്ന ഒരു പ്രചാരവും നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട്. 1 വർഷം വേണം ഒരു വെറ്റില തൈക്ക് അത് വളരെ നല്ലൊരു ചെടിയായിട്ട് ഫലം കായ്ക്കാനായിട്ട്. അതുവരെ മടിയനിലെ കർഷകർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. വെറ്റില വള്ളികൾ വളർത്തുന്നത് പൊതുവെ മുരിങ്ങയുടെ കമ്പുകൾ വെച്ചാണ്. ഈ മുരിങ്ങയിൽ നിന്നും വിളവ് ലഭിക്കുന്നു. കൃഷി എപ്പോഴും ലാഭകരമാകുന്നത് പ്രധാന കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ കൃഷികൾ കൂടി ഉണ്ടാകുമ്പോഴാണ്. വെറ്റില കൃഷി ലാഭകരമാകുന്നത് ഒപ്പം പശു വളർത്തൽ കൂടി ചേരുമ്പോഴാണെന്ന് ഇവിടെ കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കാര്യം കമ്മാടത്തു അമ്മയെ പോലുള്ള കർഷകർ ഉറപ്പിച്ചു പറയുന്നു: 4 കാല് വെറ്റില കൃഷിയുണ്ടെങ്കിൽ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. 4 കെട്ട് വെറ്റിലയും പറിച്ചെടുത്ത് അങ്ങാടിയിൽ പോയാൽ അന്നന്നേക്കു വേണ്ട അരിയും പല വ്യഞ്ജനങ്ങളും വാങ്ങിവരാം. മടിയനിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷക കുടുംബങ്ങളുടെ ഉന്നതിക്ക് വെറ്റില കൃഷി വേണ്ടുവോളം സഹായിച്ചിട്ടുണ്ട്. മടിയൻ എന്ന ദേശപ്പെരുമയ്ക്കൊപ്പം ഈ വെറ്റില കൃഷിയും കാർഷിക സംസ്കൃതിയുടെ അടയാളമായി ചേർത്തുവയ്ക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിന് കിഴക്ക് നെല്ലിയടുക്കം എന്ന സ്ഥലത്ത് ജൈവകൃഷിയുടെ വലിയൊരു തോട്ടമുണ്ട്. എന്ത് കൃഷിയാണ് ഈ തോട്ടത്തിലെന്ന് ചോദിച്ചാൽ മറുപടി പറയുക എളുപ്പമല്ല. കാരണം ഗിരി ടി മാത്യു എന്ന കർഷകന്റെ തോട്ടത്തിൽ എല്ലാ കൃഷിയുമുണ്ട്. തെങ്ങ്, കുരുമുളക്, പച്ചക്കറി, മാവ്, പ്ലാവ് തുടങ്ങി ഈ കൃഷിയിടം ഒരു കാർഷിക പാഠശാലയാണ്. പ്രധാനമായും ഗിരിയുടെ തോട്ടത്തിലുള്ളത് കുരുമുളകാണ്. ജൈവവളം മാത്രം ഉപയോഗിക്കുന്ന ഈ തോട്ടത്തിൽ കുരുമുളകിന് ദ്രുതവാട്ടമില്ല, മറ്റു രോഗങ്ങൾ ഒന്നുമില്ല. കുരുമുളക് വള്ളിയുടെ ചുവട് ഇളക്കാറില്ല. അതുകൊണ്ടാണ് ദ്രുതവാട്ടം ഈ തോട്ടത്തിൽ ഇതുവരെയും കടന്നു വരാത്തത്. തെങ്ങിലും മറ്റ് താങ്ങുമരങ്ങളിലുമായി ഗിരിയുടെ തോട്ടത്തിൽ 400ഓളം കുരുമുളക് കൊടികളുണ്ട്. പന്നിയൂരിൻ്റെ എല്ലാ ഇനങ്ങളും, കരിമുണ്ട, മറ്റ് നാടൻ ഇനങ്ങൾ, കുരുമുളകിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ. കുരുമുളകിന് ഇപ്പോൾ റെക്കോർഡ് വിലയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. രോഗബാധയൊന്നുമില്ലാതെ കുരുമുളകിനെ പരിരക്ഷിച്ചാൽ മികച്ച ലാഭം നേടിത്തരുന്ന കൃഷിയാണ് കുരുമുളക് എന്ന് ഗിരി എന്ന കർഷകന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ ജൈവ കൃഷിത്തോട്ടത്തിൽ ഓരോ വർഷവും കുരുമുളക് കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് ഈ കർഷകൻ. 1.25 മീറ്റർ അകലത്തിൽ മാറ്റിയാണ് തെങ്ങിൻ ചുവട്ടിൽ കുരുമുളക് വള്ളികൾ നടുന്നത്.
തെങ്ങിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ ജൈവവസ്തുക്കളും തെങ്ങിൻ ചുവട്ടിൽ ഇടുന്നു. അതോടെ കുരുമുളകിലും തെങ്ങിലും കായ്ഫലം കൂടുന്നു. പശുക്കളെ വളർത്തുന്നതുകൊണ്ട് ചാണകം വേണ്ടുവോളമുണ്ട്. ചാണകവും മറ്റു ജൈവവളങ്ങളും ജീവാണുവളങ്ങളും മാത്രം ഉപയോഗിക്കുന്ന തോട്ടം. രാസ കീടനാശിനികളോ രാസവളങ്ങളോ ഈ തോട്ടത്തിൽ കയറ്റില്ലെന്ന് ഗിരിക്ക് നിർബന്ധമുണ്ട്. കഴിഞ്ഞ വർഷം 4.5 ക്വിൻ്റൽ കുരുമുളക് ഈ തോട്ടത്തിൽ നിന്നും ലഭിച്ചു. ജൈവകൃഷി സർട്ടിഫിക്കറ്റ് ഉള്ളതിനാൽ പതിവ് വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് കുരുമുളകും മറ്റ് കാർഷികോൽപ്പന്നങ്ങളും ഗിരി വിറ്റഴിക്കുന്നത്. 100 തെങ്ങിൽ നിന്നും 10,000 തേങ്ങ കിട്ടി കഴിഞ്ഞ സീസണിൽ. തേങ്ങയ്ക്കും മികച്ച വിലയാണ് ലഭിച്ചത്. ബിരുദാനന്തര ബിരുദക്കാരനായ ഗിരി അധ്യാപക ജോലി ഉപേക്ഷിച്ചിട്ടാണ് കൃഷിയിലേക്കിറങ്ങിയത്. മണ്ണിനെ സംരക്ഷിച്ചാൽ അതിൽ പൊന്നു വിളയിക്കാമെന്ന് ഈ കർഷകൻ തെളിയിക്കുന്നു. മാത്രവുമല്ല, കൃഷി ഒരിക്കലും ഒരു നഷ്ടവുമല്ല. ഒരു കൃഷിക്ക് അനുബന്ധമായി മറ്റൊരു കൃഷി. അങ്ങനെ കുരുമുളകും തെങ്ങും ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും എല്ലാം ചേർന്ന സമ്മിശ്ര കൃഷിയിടം എപ്പോഴും കർഷകന് ലാഭം മാത്രമേ നേടിക്കൊടുക്കൂ. നഷ്ടത്തിൻ്റെ കണക്ക് പറയുന്നവർ ശരിയായ രീതിയിൽ കൃഷി ചെയ്യാൻ അറിയാത്തവരാണെന്ന് ഗിരി പറയുന്നു. ജൈവകൃഷിയിലേക്ക് തിരിയുവാനും അതിൽ കൂടുതൽ വികാസം പ്രാപിക്കാനും എന്നെ സഹായിച്ചത് ഒരു ജൈവ കർഷക കൂട്ടായ്മയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലായി ഏതാണ്ട് 4000-ലധികം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജൈവ കർഷക കൂട്ടായ്മ ഈ കാലയളവിൽ വളർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫെയർ ട്രേഡ് അലയൻസ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജൈവ കർഷക കൂട്ടായ്മയിൽ കൂടി ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വില നേടിയെടുക്കുവാനും ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് സ്വയം മോചനം നേടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം മാർക്കറ്റിൽ 60-65 രൂപ വിലയുണ്ടായിരുന്ന കശുവണ്ടി ഞങ്ങൾ വിറ്റഴിച്ചത് 95 രൂപയ്ക്കാണ്. ഏതാണ്ട് 30 രൂപയോളം ഒരു കിലോ കശുവണ്ടിക്ക് അധികം നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ഈ പ്രയത്നത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഗിരി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നിരക്കിൽ ജൈവ സർട്ടിഫിക്കേഷൻ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കൂ, മണ്ണിനും മനുഷ്യനും രോഗം സമ്മാനിക്കുന്ന രാസവളങ്ങളെയും രാസ കീടനാശിനികളെയും ഉപേക്ഷിക്കൂ. ജൈവകൃഷിയിലൂടെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കൂ എന്നതാണ് ഗിരി ടി മാത്യുവിനെ പോലുള്ള ജൈവ കർഷകരുടെ പ്രവർത്തന ശൈലി. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക നാളികേര ദിനം നാളെ. കൃഷി മൃഗസംരക്ഷണ വകുപ്പിന്റെ 3ാമത്തെ യന്ത്രവൽകൃത ഡയറി ഫാം ഇടുക്കിയിൽ. TBGRIയിൽ കുന്തിരിക്ക തൈകൾ വിൽപ്പനയ്ക്ക്. വാർത്തകൾ വിശദമായി. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ 16ാമത് ലോക നാളികേര ദിനാഘോഷം സെപ്റ്റംബർ 2 നാളെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ JN ടാറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആചരിക്കും. കർണാടക ഹോർട്ടിക്കൾച്ചർ വകുപ്പിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ് ഇക്കുറി കർണാടകയിൽ നാളികേര ദിനം ആചരിക്കുന്നത്. ഭാരതത്തിലെ നാളികേര മേഖലയുടെ ഭാവി ഇനി നീരയിലൂടെ എന്നതാണ് ഈ വർഷത്തെ നാളികേര ദിനത്തിന്റെ പ്രമേയം. നാളെ രാവിലെ 10:30 ബഹുമാനപ്പെട്ട കേന്ദ്ര രാസവള വകുപ്പ് മന്ത്രി ശ്രീ അനന്തകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ബൈരേഗൌഡ അധ്യക്ഷത വഹിക്കും.
ഉദ്ഘാടന ചടങ്ങിൽ നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ TK ജോസ് IAS മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യസഭാ MPയും ബോർഡ് അംഗവുമായ ശ്രീ CP നാരായണൻ, കർണാടക ഹോർട്ടിക്കൾച്ചർ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ രാജീവ് ചൗള IAS, ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഊറോ നെൻസാലും എന്നിവർ പ്രത്യേക പ്രഭാഷണം നടത്തും. 30-ൽ പരം കേരാധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളെയും മെഷീനറി നിർമ്മാതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രദർശന വിപണന മേളയും നാളികേര ദിനത്തോടനുബന്ധിച്ച് നടത്തും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ സെപ്റ്റംബർ 4-ന് കൂൺ വിത്തുൽപാദനത്തിലും 10, 11, 12 തീയതികളിൽ നഴ്സറി നിർമ്മാണത്തിലും 17, 18 തീയതികളിൽ തേനീച്ച വളർത്തലിലും പരിശീലനം നൽകുന്നു. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9645 420575. സംസ്ഥാന കൃഷി മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ആരംഭിക്കുന്ന 3ാമത്തെ യന്ത്രവൽകൃത ഡയറി ഫാം ഈ മാസം 19-ാം തീയതി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ വാഗമണ്ണിനടുത്തുള്ള KLD ബോർഡ് ഫാമിലാണ് ആധുനിക ഡയറി ഫാം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ നിയന്ത്രണത്തിൽ ആരംഭിക്കുന്ന റോട്ടറി കറവ യന്ത്രങ്ങളായിരിക്കും ഇവിടെ പ്രവർത്തിപ്പിക്കുക. ക്ഷീരമേഖലയിലെ ആധുനികവൽക്കരണ സാധ്യതകൾ കർഷകർക്ക് ബോധ്യമാക്കുന്നതിന് വേണ്ടിയാണ് KLD ബോർഡ് ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ പഴവർഗ്ഗ വിളകളുടെ ഗ്രാഫ്റ്റ് തൈകളും പച്ചക്കറി വിത്തുകളും കൂൺ കൃഷിക്ക് ആവശ്യമായ നടീൽ വസ്തുക്കളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2388 118. തടി, പ്ലൈവുഡ് വ്യവസായം, തീപ്പെട്ടി നിർമ്മാണം, പേപ്പർ പൾപ്പ് എന്നിവയുടെ അസംസ്കൃത വസ്തുവായ കുന്തിരിക്കത്തിൻ്റെ തൈകൾ തിരുവനന്തപുരം പാലോട് പ്രവർത്തിക്കുന്ന TBGRIയിൽ നിന്നും ലഭ്യമാണ്. അംഗീകൃത വനസംരക്ഷണ സമിതിയുടെ സഹായത്തോടെയാണ് തയ്യാറാക്കിയ തൈകളാണ് വിൽപ്പനയ്ക്കുള്ളത്. താൽപ്പര്യമുള്ള കർഷകർക്ക് 0472 286 9246 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മൃഗസംരക്ഷണ വകുപ്പിന്റെ കൊല്ലം കുരീപ്പുഴ ടർക്കി ഫാമിൽ ഇറച്ചിക്കായി ടർക്കി കോഴികളെ വിൽപ്പനയ്ക്ക് ലഭിക്കും. താൽപ്പര്യമുള്ളവർക്ക് ഇനിപ്പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0474 2799 222. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 16,200 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 17,000, വെളിച്ചെണ്ണ തൃശൂർ 16,100, കൊപ്ര കൊച്ചി 11,100, കൊപ്ര കോഴിക്കോട് 10,750, കൊപ്ര തൃശൂർ 10,730, കുരുമുളക് അൺഗാർബിൾഡ് 69,400, കുരുമുളക് ഗാർബിൾഡ് 72,400. ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, മഞ്ഞൾ ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 25,000-നും 26,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,100, റബ്ബർ RSS 4 ഗ്രേഡ് 12,800, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,150, റബ്ബർ RSS 4 ഗ്രേഡ് 12,800 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 16,200 രൂപ, കൊപ്ര 11,100, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 69,400, കുരുമുളക് ഗാർബിൾഡ് 72,400. ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 270-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 480-നും മധ്യേ. ജാതിപത്രി 700-നും 800-നും മധ്യേ. ഗ്രാമ്പു 900-നും 1,010-നും മധ്യേ. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.